ഇതൊക്കെ ലീഗ് ഒരു ഓലപ്പര കെട്ടുകയെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിലേക്ക് വരുള്ളൂ. അങ്ങനത്തെ ടീമുകളാണ് അധികം ആളുള്ളത്. കാരണം അത്രക്ക് വിശ്വാസമാണ്. കാരണം ഞങ്ങൾ അവിടുന്ന് പൊട്ടിയത് മുതൽ വന്ന് ഫസ്റ്റ് ഒരു ചുടുവെള്ളം തന്നത് മുസ്ലിം ലീഗിന്റെ ടീമുകളാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ജീവനുകളെ തിരിച്ചു തരാത്തുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം ഉരുള് പൊട്ടി അന്ന് മുതൽ ഭക്ഷണ കിറ്റായിട്ടും ഡ്രസ്സുകളായിട്ടും എല്ലാം ഇതിപ്പോ ഞങ്ങൾക്കൊക്കെ തന്നത് പറഞ്ഞാൽ ഒരു വോട്ടിനോ മറ്റേതിനോ വേണ്ടിയിട്ടല്ല, പഠിച്ചവനും കൂടി ഉണ്ടല്ലോ, ഭൗതികം മാത്രമല്ലല്ലോ, ആഹ്റത്തിൽ നമുക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള. ആ ദുആ എപ്പോഴും ഉണ്ടാവും. എല്ലാ ദിവസവും നിസ്കാരപ്പായയിൽ ഓരോരുത്തർ കണ്ണീരോടുകൂടി ദുആർക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുള്ളത് വയനാട് വെള്ളിത്തോട് എന്ന സ്ഥലത്താട്ടോ. മുസ്ലിം ലീഗ് എന്ത് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്ന വീടുകൾ മുഴുവൻ. ഏകദേശം 105 വീടോളം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി ഏകദേശം പൂർത്തിയായി. 51 വീടിൻ്റെ താക്കോൽ കൈമാറി. അപ്പോൾ ഈ ഒരു കാണുന്ന സംഭവം ഇവർ താമസിക്കുന്ന എല്ലാ ആളുകളും വളരെ ഹാപ്പിയിലാണ് ഇന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇന്ന് താമസക്കാരൊന്നുമില്ല. ഇന്ന് അവർ പറഞ്ഞത് നോമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു പരിപാടിയൊക്കെ വെച്ചിട്ട് ഒരു കുടിരിക്കൽ പരിപാടി മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന സംഭവം ഇവിടെ വന്ന് കാണുമ്പം എന്തോ ഒരു രസമാണ് ഇവിടെ കാണാനറിയോ. ഒക്കെ ഒരേപോലത്തെ വീട്, ഒരേപോലത്തെ മുറ്റം, ഒരേപോലത്തെ എല്ലാം ഒരുപോലെ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ വന്നൊന്ന് കാണണം, ഇവിടെ ഒരിക്കലെങ്കിലും സന്ദർശിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ ഈ വീട്ടുകാർ ആരെങ്കിലും ഒരാൾ ഉണ്ടാതാക്കൂല, നമ്മൾ പോയിട്ട് ഈ വീട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ വീട്ടുകാരെ കൊണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ, ഈ വീട് കിട്ടിയ ആൾ ഈ വീട്ടിലുണ്ട്. അപ്പൊ അസ്സലാമലൈക്കും. നിങ്ങളെ പേരെന്താ? നജിമുദ്ദീൻ. നിങ്ങൾക്ക് ഇപ്പൊ ഈ വീട് നിങ്ങൾക്ക് 13 നമ്പർ നറുക്കെടുപ്പിലൂടെ കിട്ടിയ 13 നമ്പർ. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് താമസാക്കിയിട്ടില്ല? ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു പരിപാടി പോലെ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ നോമ്പൊക്കെ അല്ലേ, നോമ്പിൽ ഇങ്ങനെ മാറാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രയാസങ്ങളുണ്ടാവും. ഇപ്പോ ഇതിലിപ്പോ 51 വീട് 51 ബാക്കി ചെയ്യുന്നുണ്ട്. പണി കണ്ടില്ല നിങ്ങള് ഈ പിന്നെ നമ്മളെ ഉരുൾപൊട്ടിയപ്പം അന്ന് താമസങ്ങൾ ഇവിടെ മുണ്ടക്കായി മദ്രസിന്റെ നേരെ ഓപ്പോസിറ്റ്. അതാകുമ്പോ ഞങ്ങൾ അവിടെ ജീവിച്ച അതേ കണ്ടീഷനിലാണ്. ഇതേപോലെ തന്നെ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നത്. ഒക്കെ ഒരു സിറ്റിയായി മാറി. നമുക്കൊന്ന് ഡെവലപ്പാക്കി ഒന്ന് റെഡിയാക്കാണ്ട്. പിന്നെ അന്ന് നിങ്ങൾക്ക് ആരെങ്കിലും കുടുംബക്കാരെങ്കിലും? എനിക്ക് തന്നെ കുടുംബത്തിൽ 10-20 ചില്ലറ ആൾക്കാര് കുടുംബത്തില്, അതായത് അമ്മോനെ, അമ്മായി, അവരെ കുട്ടികള് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ അവിടെ മൊത്തം ഒരു കുടുംബം തന്നെയാണ്. എല്ലാവർക്കും ഒരു അങ്ങനത്തെ ഒരു ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. കയറി വരുമ്പോ നമ്മള് സിറ്റ് ഔട്ട് ഉണ്ട്. ഡൈനിങ് ഹാളും സിറ്റ് ഔട്ട് ആയിട്ടുള്ളതാണ്. ഇതിപ്പോ പിന്നെ ഈ ഫർണിച്ചറൊക്കെ സ്പോൺസർ. ഞങ്ങൾക്ക് ചാവി അന്ന് വന്നപ്പോ കട്ടിയാണ് ഇതൊക്കെ. ഇത് ക്ലോക്ക് വരെ, അതായത് മിക്സി ഉണ്ട്. ആ ഡൈനിങ് ടേബിൾ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് ഇട്ടാണ്. ഇത് നമ്മള് ബെഡ്റൂം 3 ബെഡ്റൂം. ഈ ബെഡ്റൂം ഇതാ വിശാലമായത്. അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് സൗകര്യങ്ങളുണ്ട്. കാരണം അന്ന് ഈ നോമ്പ് തുറക്കായിട്ട് നല്ല ബാത്റൂമാട്ടോ, നല്ല ബാത്റൂമാണ്, നല്ല സൗകര്യമാണ്. പക്ഷെ നമ്മളൊക്കെ വലിയ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ സൗകര്യം ഈ വീട്ടിൽ വരുമ്പോ പുറമെന്ന് കാണുമ്പോൾ കുറച്ച് ചെറുതാണെങ്കിലും പിന്നെ നമ്മുടെ സംഗതി കാണുമ്പോൾ കാഴ്ചപ്പാടിൽ ചെറുപ്പം തോന്നിച്ചാലും വീടിന്റെ ഉള്ളിൽ കാര്യാല് നല്ല സൗകര്യം. മാഷാ അല്ലാഹ് 3 ബെഡ്റൂം ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്, അല്ലേ, ഒക്കെ ഉണ്ട്. ഇത് കട്ടില്, ബെഡ്, അലമാര, കർട്ടൻ അടക്കം. ഇനിയിപ്പോ നമുക്ക് അടുക്കള ഒന്ന് കാണാം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് കോമൺ ബാത്റൂം. ഇതിൽ കോമൺ ബാത്റൂം ഉണ്ട്. അത് സത്യത്തിൽ തന്നെ കോമൺ ബാത്റൂം. ഇതൊരു ബെഡ്റൂം. ഇത് ബെഡ്റൂമാണ്. പിന്നെ നിങ്ങൾക്ക് അടുക്കള. ഇതാണ് അടുക്കള. വയനാട്ടിൽ അതിൽ മിക്സി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഐറ്റംസ് സാധനങ്ങൾ കണ്ടിന്യൂ വരാനുണ്ട്. ഇത് വർക്ക് ഏരിയ. പുറത്തേക്കുള്ള ഡോറ്. അതെ, ഇത്രയാണ് സൗകര്യങ്ങൾ. വെള്ളം കാര്യമൊക്കെ സെറ്റാ അല്ലേ? വെള്ളം കരണ്ടോ അല്ലേ? റെഡിയാണല്ലേ? ഓ, അപ്പോ ഇപ്പൊ എന്ത് പറയണ നിങ്ങള്? അൽഹംദുലില്ലാ റാഹത്ത്. കൂടുതലൊന്നും പറയാനില്ല. കാരണം ഞങ്ങള് അങ്ങനെ ഇവിടെ ജീവിച്ചവരെ അതേപോലെ കൂടുതൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ റാഹത്താണ് എല്ലാം കൊണ്ടും. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇവിടെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം. ഞാൻ അങ്ങനെ ചിന്തിക്കണത് ഇതിപ്പോ 100 എത്ര വീടാ മൊത്തം? ഇപ്പൊ 105 വീട് ഇവിടെ. 105 വീട് 51 കഴിഞ്ഞ് 54 വീട് പണി തീരുമ്പം നിങ്ങൾ കുറെ ആളുകൾ ഉണ്ടാവും ഇവിടെ. മാഷാ അല്ലാഹ്. കുടുംബമായിട്ട്. അതെ, അവിടെ ജീവിച്ചത് ഡെയിലി കാണുന്നവര് അവരൊക്കെ ഇവിടെ വന്നാൽ കാണാം. എല്ലാം കൊണ്ട് സെറ്റാണ്. കാരണം ഇവിടുന്ന് അവിടെ അതുപോലെ ആയിരുന്നു. അവിടെ ജീവിച്ചത് എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ എന്തെങ്കിലും ഇവിടെ ഒരു അപശബ്ദം കേട്ട് അവിടുന്ന് വരും, എന്താ പ്രശ്നം അന്വേഷിച്ചിട്ട് അയൽവാസികളിൽ അതേക്കെ ഇത് ഇവിടെ കിട്ടും.
അപ്പൊ നമ്മളിപ്പോ മിനിയാന്നല്ല നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞത്, മിന്നാന്ന് ഞങ്ങൾക്ക് ചാവി കിട്ടി. ഇന്നലെ മുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ കാണാൻ. ഇപ്പൊ ഒക്കെ തുറന്നില്ലേ, ഞാൻ ജസ്റ്റ് ചില്ലറ പണികൾ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ക്ലീൻ ആക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അപ്പൊ അതിന്റെ സമയമല്ല, ഓരോരുത്തർ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും സന്തോഷം കണ്ടേര്. നല്ലൊരു വീടായി, എന്തായാലും ദുആ ചെയ്യാം. ചാവിയൊക്കെ കയ്യിൽ കിട്ടി. ഇപ്പൊ നിങ്ങളെ വീട് തന്നെ പറയാപ്പോ എല്ലാ പ്രൂഫും കാര്യമൊക്കെ കയ്യിൽ കിട്ടി. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് നഷ്ടപ്പെട്ട ജീവനുകളെ തിരിച്ചു തരാത്തുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം ഉരുൾ പൊട്ടി അന്ന് മുതൽ ഭക്ഷണ കിറ്റായിട്ടും ഡ്രസ്സുകളായിട്ടും എല്ലാം A to Z. ഇപ്പോൾ കട്ടിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. കട്ടിൽ ഇനി വേണോ വെച്ച് വേണ്ട പറഞ്ഞാണ്. കാരണം കട്ടിൽ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയതുണ്ട്, വീട്ടിൽ ഓൾറെഡി ഉണ്ട്, ആ പുതിയ കട്ടിലാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ സ്പോൺസർമാരുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്താ വേണ്ടത്, അപ്പോൾ വസീൽ സാഹിബ് പറഞ്ഞത് തൽക്കാലം നിങ്ങൾ തന്നെ പോയിട്ട് വാങ്ങിയ ഓരോ സ്പോൺസർമാരുടെ ഓരോ നിങ്ങൾക്ക് മുട്ടിച്ചാൽ പോയി വാങ്ങിക്കോളൂ. അപ്പൊ ഇതുവരെ ഉള്ളതുണ്ട്. ഇനിയിപ്പോ ഏറനാട് MLA മൂപ്പര് പറഞ്ഞ കേട്ടേന്നില്ല. മൂപ്പര് വീട്ടുപണിക്ക് ഇത്ര റിസ്ക് എടുത്തില്ല. ഡെയിലി ഇവിടെയാണ് മൂപ്പരും ആൾക്കാർ കംപ്ലീറ്റ് ഫിറോസ് സാഹിബ് എല്ലാവരും ഇവിടെ ഡെയിലി വരാറുണ്ട്, നോക്കാറുണ്ട്. എന്തെങ്കിലും വാഴ്ച കണ്ടാൽ അത് പണി തീർത്തിട്ടാ മൂപ്പര് ഇവിടെ പോകാറുള്ളൂ. അത്ര ക്ലിയർ ആണ്. അപ്പൊ സുഹൃത്തുക്കളെ, കാര്യം എന്താ സംഭവിച്ചാല് ഇവിടെ ഒരു സാധനത്തിനും കമ്മില്ല. ഏകദേശം എല്ലാ ഫർണിച്ചറും കാര്യം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ പേരെന്താ പറഞ്ഞു? നജുബുദ്ദീഖാന്റെ വീടാണ്. വീടിൻ്റെ ഉള്ളിൽ അപ്പം നിൽക്കുന്നത്. നജുബുദ്ദീഖ വളരെ സന്തോഷത്തിലാണ്. കാരണം വെച്ചാൽ നല്ലൊരു വീട്, നല്ല അടിപൊളി വീട്, 3 ബെഡ്റൂം, പിന്നെ അതിൽ എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ എല്ലാം ഒരേപോലത്തെ വീട് അല്ലേ, ഒരു മാറ്റമില്ല. ഒരേപോലത്തെ ഒരേ പേസ് സ്ഥലങ്ങൾ അല്ലേ, മുറ്റുകാരൊക്കെ ഒരേ പേസ്, എല്ലാം വളരെ. അപ്പൊ മൂപ്പര് പറഞ്ഞെന്താ അറിയോ, നോമ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് താമസം മാറ്റണം. അതിനുശേഷം ഒന്നിവിടെ വരണം. അപ്പൊ ഇതിന്റെ ഒരു ആളുകളൊക്കെ താമസിക്കും, ചൊറുക്കും കാര്യമൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് കാലം ഈ ഒരു വീട്ടിൽ താമസിക്കാനും പ്രത്യേകിച്ച് നമ്മളെ പ്രസ്ഥാനത്തിന് എന്തുമാ നന്ദി നമ്മൾ രേഖപ്പെടുത്തൂലേ. ഞങ്ങൾക്ക് മുഴുവതേക്ക് ലീഗ് ഒരു ഓലപ്പര കെട്ടുകയെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിലേക്ക് വരുള്ളൂ. അങ്ങനത്തെ ടീമുകളാണ് അധികം ആളുള്ളത്. കാരണം അത്രക്ക് വിശ്വാസമാണ്. കാരണം ഞങ്ങൾ അവിടുന്ന് പൊട്ടിയത് മുതൽ വന്ന് ഫസ്റ്റ് ഒരു ചുടുവെള്ളം തന്നത് മുസ്ലിം ലീഗിന്റെ ടീമുകളാണ്, വൈറ്റ് ഗാർഡും ടീമുകളാണ്. പിന്നെ അവിടുന്നുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ ഒരു കുറവുണ്ടായിട്ടില്ല. ഇപ്പൊ അങ്ങനെ PHC പറഞ്ഞിട്ട് പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റലിന്റെ ഇതുണ്ടല്ലോ, അതിപ്പോഴും ഓരോ ആംബുലൻസുമായിട്ട് കറങ്ങാണ് പരിക്ക് പറ്റിയവരെ സംരക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അത്രക്കും കൂട്ടിപ്പിടിച്ച ഒരു ടീമിനെ നമ്മൾ ഒരിക്കലും മറക്കല്ല. ദുആ ഉണ്ടാവും, അതല്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിപ്പോ ഞങ്ങൾക്കൊക്കെ തന്നത് തന്നാൽ ഒരു വോട്ടിനോ മറ്റേതിനോ വേണ്ടിയിട്ടല്ല, പഠിച്ചവനും കൂടി ഉണ്ടല്ലോ, ഭൗതികം മാത്രമല്ലല്ലോ, ആഹ്റത്തിൽ നമുക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ. അതിന് വേണ്ടിയാണ് ഇത്രക്കും ചെയ്തിട്ടുള്ളത്. ആ ദുആ എപ്പോഴും ഉണ്ടാവും. എല്ലാ ദിവസവും നിസ്കാരപ്പയിൽ ഓരോരുത്തർ കണ്ണീരോടുകൂടി ദുആർക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. സംഗതിയില് നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ വന്നതാണ്. പക്ഷെ ഇവിടേക്ക് ഇങ്ങനെ കയറി വരാനും പല നിബന്ധനകളും പല നിയമാവലികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചുപോയ ആളുകളാണ്. അത് നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളെന്ന് ഈ കണ്ടത് തന്നെ നമ്മൾ വലിയൊരു സഹായിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ ജീവിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. നിങ്ങളൊക്കെ ദുആ ആണ് വേണ്ടത്. ഞങ്ങൾ ദുആ എല്ലാവർക്കും പ്രത്യേകിച്ച് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ഉണ്ട്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും എന്ത് കൊടുത്തില്ല എന്നല്ല, ഓരോരുത്തരുടെ കണ്ണിന്ന് ഓരോ കണ്ണുനീര് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലമാണ് ഇപ്പൊ കാണുന്നത്. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടൂല, പക്ഷെ ഞങ്ങളെ കൂട്ടിപ്പിടിച്ചവരാണ് എല്ലാവരും. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ എന്നും ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പൊ റമദാൻ മാസം ആയതുകൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ ഒഴിവായിരിക്കും. ഒരുപാട് ഫാമിലി ആയിട്ട് ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പല സ്ഥലത്തു നിന്ന്, കണ്ണൂരിൽ നിന്ന്, കാസർഗോഡ്, അതുപോലെ തന്നെ മലപ്പുറം, അതുപോലെ പല ദിക്കുന്നും ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ആളുകളൊക്കെ നമുക്ക് അവരോടൊക്കെ ചോദിക്കാം ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ. അസ്സലാമു അലൈക്കും. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ്. വളാഞ്ചേരി മർക്കസ്. അത് സന്ദർശിക്കാൻ പോകുന്നതായിരിക്കും. അതെ, ഞങ്ങൾ ഇവിടെ ഒരു ക്യാമ്പും ഒക്കെ കൂടിയായിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. ശരി. ഇവിടെ ക്യാമ്പായിട്ട് ഞങ്ങൾ കുറച്ചപ്പുറത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഫാമിലി അല്ല, പിന്നെ ഞങ്ങൾ അവിടെയുള്ള വളാഞ്ചേരി മർക്കസിലെ വഫിയ കോളേജ് എന്ന് പറയും, ആ കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ച്. എങ്ങനെയുണ്ട് നമ്മളെ വീടുകളൊക്കെ? കണ്ടതിൽ നല്ല സന്തോഷം. എന്തായാലും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ. ഇവരെ ചേർത്ത് കൊടുക്കേണ്ട ഒരു സമയമാണല്ലോ. ഏതായാലും നന്നായിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇവിടെ പല സ്ഥലത്തു നിന്നും വന്നിട്ട് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു 5-6 ആൾക്കാർ ഇന്ന് വീടിന്റെ മുന്നിൽ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. പറയേക്കോ, നിങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നത്? പനമരം വീട് കാണാൻ പോകുന്നതായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? അടിപൊളിയാണോ? അടിപൊളി. വീടിനുള്ളൊക്കെ കണ്ടോ? ഉള്ളൊക്കെ കണ്ടു. കാര്യം കണ്ടു. എപ്പോൾ വന്ന? രാവിലെ
ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂറായി. തന്നെ ശരി ശരി. നിങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ രണ്ടാമത് വിസിറ്റ് ഇവിടെ. തന്നെ അത് ശരി. പനമരം തന്നെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. കണ്ണൂർ. കണ്ണൂർ. ഉസ്താദ് വീട് കാണാൻ പോകുന്നതായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ വീട്? ഷെയറാണോ? അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ സ്ഥലമാണ്? ഞാൻ കൈതക്കൽ. നിങ്ങളോ? പനമരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അടുത്തുള്ള ആളുകളും കുറേ വിട്ടുന്നുള്ള ആളുകളൊക്കെ ഇവിടെ വീട് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു വീട് വളരെ അടിപൊളിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ വീട്ടുകാർക്കൊക്കെ ഇനി സന്തോഷത്തോടു കൂടി ഇവിടെ ഒരുമിച്ച് ഒരു ഫാമിലി മാതിരി, കാരണം വെച്ചാൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ താമസിക്കാനാണ് ഇവിടെ മുസ്ലിം ലീഗ് വീട് ഒരുക്കിയത്.